രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ എടുത്തേക്കുന്നത്. നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് മനസ്സിലായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അത് പറയണം, കാരണം അതിനനുസരിച്ച് എനിക്ക് ഇത്തിലൂടെ ഒന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതും ചെയ്തു തരാം. ഓക്കെ, മനസ്സിലാകുന്നെങ്കിൽ അതും ഉറപ്പായിട്ട് പറയണം. എന്നിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, ഏറ്റവും മാക്സിമം നിങ്ങൾക്ക് കൂടുതൽ മെറ്റീരിയൽസ് തന്ന് ഏറ്റവും ഷോർട്ട് ട്രിക്സുകളും തന്ന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നുള്ള ക്ലാസ്സുകളായിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാക്സിമം നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ ഉള്ള എല്ലാ കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. ഓക്കെ, താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനോട് കയറാം. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു നോക്കണേ. y is equal to 2 raised to x into 3 raised to 2x minus 1 then dy by dx is എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിനുള്ളിൽ ഓപ്ഷൻ ഏതാണ് എന്നൊക്കെയുള്ളതാണ്. ആദ്യത്തെ log 2 into log 3, രണ്ടാമത്തെ log 18, മൂന്നാമത്തെ log 18/4, നാലാമത്തെ y into log 18. ഇതിന്റെ ആൻസർ തന്നെ ഒരു ക്ലൂ ഉണ്ട്. നോക്കിക്കേ, ഇതിനകത്ത് ഒരു ഓഡ് വൺ ആണ്. ഇത് ഓഡ് വൺ എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനുള്ളിൽ എല്ലാം log 18 വന്നിട്ടുണ്ട് അല്ലേ. ഇതിനുള്ളിൽ log 18 ഇല്ല. മിക്കവാറും അപ്പൊ ഇവനെ എടുത്ത് കളയാം. ഇവൻ നമുക്ക് മിക്കവാറും ആൻസർ വരാൻ സാധ്യതയില്ല. ഓക്കെ, മറ്റിനുള്ളിലെല്ലാം log 18 ഉള്ളതുകൊണ്ട് ഇത് ഈ മൂന്ന് പേരിലാവാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും അങ്ങനെയൊക്കെ ഉള്ളതെന്ന് ശ്രദ്ധിച്ചോണം. നമുക്ക് ഓപ്ഷനിൽ നിന്നും ആൻസറിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. y is equal to 2 raised to x into 3 raised to 2x minus 1. ഇത് നിങ്ങളുടെ മനസ്സിൽ ഏതായിരിക്കും ഡിഫറൻസിയേഷൻ നടത്താനുള്ള വഴി? ഡിഫറൻസിയേഷൻ നടത്താനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പ്രോഡക്റ്റ് റൂൾ. അപ്പൊ പ്രോഡക്റ്റ് റൂളിനുള്ളിലെ ഈ റിസൾട്ട് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. a raised to x ന്റെ ഡെറിവേറ്റീവ് a raised to x into ആരാമനെ log a. ഇതാണ് അല്ലേ. ഈ റിസൾട്ട് എവിടെ കണ്ടോ? കോൺസ്റ്റന്റ് റേസ് ടു എക്സ്, ഇവിടെയും കോൺസ്റ്റന്റ് റേസ് ടു. അപ്പോൾ a raised to x ന്റെ റിസൾട്ട് ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ പ്രോഡക്റ്റുകളൊക്കെ എല്ലാവർക്കും അറിയാം ഇല്ലേ? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. പല രീതിയിൽ കൂടെ പഠിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നത് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഏത് വേണം ഉപയോഗിക്കാം, അതൊന്നും ഒരു വിഷയമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനോട് കയറാം. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണേ. That is dy by dx. ഇതാണ് നമ്മുടെ മോനെ ഫസ്റ്റ്, ഇതാണ് നമ്മുടെ സെക്കൻഡ്. ഫസ്റ്റ് സെക്കൻഡ്. അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കൃത്യമായിട്ട് കിട്ടി. ഇനി പ്രോഡക്റ്റ് കൂടെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു, ദാറ്റ് ഈസ് ഫസ്റ്റ് ഇൻറ്റു എന്ന് പറയുമ്പോൾ 2 raised to x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3 raised to 2x minus 1. ഇതിന്റെ ഡെറിവേറ്റീവ് a raised to x ന്റെ a raised to x ന്റെ log a. ഇപ്പൊ 3 raised to 2x minus 1 ന്റെ 3 raised to 2x minus 1 ഇൻറ്റു log 3 ഉണ്ട്. തീർന്നില്ല മോനെ, പവർ കിടക്കുന്ന 2x ന്റെ കൂടെ വരും ഇൻറ്റു 2. ഇത്രയും വരും കേട്ടോ. അതുകൂടെ ശ്രദ്ധിക്കണേ. 3 raised to 2x minus 1 into log 3 into 2x into 2 plus. ഇനി എന്താണ് സെക്കൻഡ് ഇൻറ്റു എന്ന് പറയുമ്പോൾ 3 raised to 2x minus 1 into ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 2 raised to x ന്റെ വരുമ്പോൾ 2 raised to x into log 2 ഇൻറ്റു ഇവിടെ x ന്റെ ഡെറിവേറ്റീവ് 1 അത് എഴുതണ്ട, പക്ഷെ ഇവിടെ 2x ആയതുകൊണ്ടാണ് ഇൻറ്റു 2 വന്നത്. കൃത്യമായി അല്ലേ. ഇനി ഇവിടെ നിന്നും നമുക്ക് ഒന്ന് കോമൺ എടുക്കാം. നോക്കിക്കാൻ മോനെ, ഇവിടെ ഈ 2 raised to x into 2 raised to x into 3 raised to 2x minus 1 ഉണ്ട്. ഇവിടെയും കണ്ടവനെ 2 raised to x into 3 raised to 2x minus 1. അപ്പൊ ഈ രണ്ട് ടേംസിലും ഈ രണ്ട് പേർ രണ്ടിടത്തുണ്ട്. ഇതൊരു ഫസ്റ്റ് ടൈം, ഇത് സെക്കൻഡ് ടൈം ആണ്. ഇവിടെയും ഇയാൾ കോമൺ ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കണം അങ്ങോട്ട് അല്ലേ. ദാറ്റ് ഈസ് 2 raised to x into 3 raised to 2x minus 1 taken as common. In bracket we get the remaining terms is log 3 into 2. That is 2 log 3 plus log 2. അപ്പൊ ചിലർ ഇവിടെ ഒക്കെ തെറ്റിക്കാറുണ്ട് കേട്ടോ. ഈ log 3 into 2 log 6 എന്ന് എഴുതി വെക്കും. തെറ്റാണേ. log 3 into 2 എന്നാ, അല്ല ലോഗിനുള്ളിൽ 3 into 2 അല്ല, log 3 into 2 വേറെ ടേം ആണ് 2. That is 2 log 3 plus log 2. That is 2 raised to x into 3 raised to 2x minus 1 into 2 log 3. That is in the form of n log a. n log a എന്ന് പറഞ്ഞാൽ log of a raised to n എന്നാണ്. Okay, n into log a can be written as log of a raised to n. അങ്ങനെയാണെങ്കിൽ 2 into log 3 can be written as log of 3 square plus log 2. That is equal to 2 raised to x into 3 raised to 2x minus 1 into ഇത് log of log of 3 square, log of 9 അല്ലേ, log of 9 plus log of 2 എന്നായി. That is equal to 2 raised to x into 3 raised to 2x minus 1 into
ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എളുപ്പം എന്ന് പറഞ്ഞേ, എളുപ്പം. log 9 plus log 2 is in the form of log a plus log b, log of a into b, log of 9 into log of 18. അങ്ങനെ log of 18 വന്നാണ്ടോ? അപ്പോൾ log 9 plus log 2, log of 9 into 2, that is log of 18. അപ്പോഴും ആൻസർ ആയില്ലയോ? ആൻസർ ആവാൻ ഒന്ന് ഇപ്പൊ ശ്രദ്ധിച്ചു കാണും അല്ലേ, മനസ്സിലായി കാണും അല്ലേ? ഇയാളുണ്ടോ ഇയാള്, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, നോക്കിക്കേ കണ്ട 2x 3x 1 ആരാ മോനെ? y ആണ്. അപ്പൊ ഇയാൾ ആരായി? y, that is y into log of 18. ഓക്കെ, y log 18. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇത് ഇത്രയും നല്ല രസകരമായിട്ട് ഇങ്ങനെ സ്പീഡ് ചെയ്യണം, ഒട്ടും തെറ്റാതെ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അടിപൊളി ഒരെണ്ണമാണ്. ഇതൊക്കെയാണ് നമ്മുടെ എൻട്രൻസ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് പാടാ നോക്കിക്കേ, എന്തൊക്കെയോ വലിയ ക്വസ്റ്റ്യൻ ആണ്. y is equal to log of x square minus x plus 1 divided by x square plus x plus 1 the whole square. Then dy by dx at x equal to 0. dy by dx at x equal to 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് x കാണുന്നിടത്തെല്ലാം 0 എന്ന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ എത്രയാണെന്നാണ്. ഇത് കാണുമ്പോൾ തന്നെ നോക്കിക്കേ, ഇവിടെ ആദ്യം സ്ക്വയർ ഉണ്ട്, പിന്നെ ലോഗ് ഉണ്ട്, പിന്നെ അകത്ത് ഫ്രാക്ഷൻ ഉണ്ട് അല്ലേ? അപ്പൊ ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എത്ര സമയം നമുക്ക് എടുക്കും അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് dy by dx ഒന്ന് കണ്ടുപിടിക്കാം. സ്റ്റാർട്ട് ചെയ്യുന്ന ശ്രദ്ധിച്ചോണം. നമുക്കറിയാം ആദ്യം ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ, ഹോൾ സ്ക്വയർ, that is in the form of x square. What is the derivative of x square? 2x. Okay, അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ that is 2 into അല്ലല്ലോ 2 into ഇത്രയും. നമുക്കറിയാം ഒരു ഹോൾ സ്ക്വയർ എന്നുള്ളത് ആരായിക്കോട്ടെ, ഹോൾ സ്ക്വയർ എന്ന ഡെറിവേറ്റീവ് എടുക്കുന്നത് 2 into ഇത്രയും, എന്നിട്ടാണ് ഇതിനുള്ളിലുള്ളതിന്റെ ഡെറിവേറ്റീവ് പിന്നീട് എഴുതുന്നത്. കൃത്യമായി അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 3 ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 into log of x square minus x plus 1 divided by x square plus x plus 1. തീർന്നോ? ഇനിയാണ് ലോഗിന്റെ ഡെറിവേറ്റീവ്. ഇപ്പൊ പവറിനെ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ലോഗിനോ ചെയ്യണം, പിന്നെ അകത്ത് ചെയ്യണം, കോഷ്യന്റ് റൂൾ അല്ലേ? ഒന്നും വേണ്ട, നോക്കിയാണ് ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്നത്. ബാക്കി അത്രയും കൊണ്ട് വരാനുണ്ട്, കുറെ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ, കുറെ ടേംസുകൾ വരാനുണ്ട്. എന്തൊക്കെയാ? ആദ്യം 2 into ഇത്രയും, പിന്നെ ലോഗ് ഓഫിന്റേത്, പിന്നെ ഫ്രാക്ഷൻ്റെത്, ഇത്രയും നമുക്ക് ഇനി ചെയ്യാനുണ്ട്. ഞാൻ അതവിടെ നിർത്തിക്കൊണ്ട് ഈ ഭാഗം എന്ന് പറയാം, ഇതാണ് നമ്മുടെ dy by dx equal to എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു ടേമാണ്. ഇനി നമുക്ക് എന്താ നോക്കിക്കേ, ഇവിടെ x ഈക്വൽ എത്ര മോനെ? 0 എന്നല്ലയോ? x ഈക്വൽ 0 എന്ന് പറയുന്നതാണ് ഈ കിട്ടിയ ആൻസറിനുള്ളിൽ x കാണുന്ന പ്ലേസിലെല്ലാം 0 എന്ന് കൊടുക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് 0 കൊടുത്തതിന് എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ, 2 into log of x square 0, ഈ x 0 പിന്നെ 1 മാത്രം. ഓക്കെ, ഇവിടെയും x square 0, x 0 പിന്നെ 1 മാത്രം, log of 1/1 into ബാക്കി കുറെ ടേംസുകൾ കേട്ടോ, സം ടൈംസ് ബാക്കി ഡെറിവേറ്റീവിന്റെ ടേംസ് ആ നമ്മൾ അതവിടെ ചെയ്തില്ലാത്തേക്ക് കേട്ടോ, ചെയ്തിട്ടില്ല, ചെയ്യാനുണ്ടെന്നുള്ള നമുക്കറിയാം. that is log of 1/1, that is എന്താ പറയുക, log of 1/1 എത്ര? log 1 into കുറെ ടേംസ്. log 1 എത്ര എന്നറിയാൻ മോനെ? 0 അല്ലേ? അപ്പൊ 2 into 0 into സംതിങ്, ആൻസർ അപ്പൊ ഫൈനൽ ആയിട്ട് ആൻസർ കിട്ടും 0. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. ഇങ്ങനെ വേണം ഇതിനെയൊക്കെ ചെയ്യാൻ, അല്ലാതെ നമ്മൾ പഴയ പോലെ ഫുള്ളി ഇരുന്ന് കത്തിപ്പിടിച്ച് ചെയ്തിട്ട് അവസാനം കിട്ടുമോ ഇല്ലയോ അതും ഇല്ല അല്ലേ? അപ്പോൾ ഇതായിരുന്നു ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഇന്ന് 2 ക്വസ്റ്റ്യൻ ആണ് എടുത്തിരുന്നത്. ഈ 2 ക്വസ്റ്റ്യനും മനസ്സിലായി പ്രയോജനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ഒക്കെ തന്ന് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, ഒത്തിരി പേർക്ക് ഇത് ആവശ്യം, പക്ഷേ ഇതിനെക്കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ഇത് കീമിനും എൻഡിക്കും അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിക്കുക.